ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ ആത്മീയതയുടെ 169 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥലത്തെക്കുറിച്ചുള്ള 9-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11 അധ്യായങ്ങളാണല്ലോ ഈ സദനത്തെക്കുറിച്ച് മദ്രസ്യ എഴുതിയിരിക്കുന്നത്. അതിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ ഖണ്ഡികയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. ആഗ്രഹാധിക്യത്താൽ ആത്മാവ് ദഹിച്ചു പോകത്തക്ക വണ്ണം ഈ അനുഗ്രഹത്തിന്റെ പ്രവർത്തനം അത്ര ശക്തിമത്താണ്. തമ്പുരാന് വേണ്ടിയുള്ള ആഗ്രഹം നിറഞ്ഞ് ആ ആഗ്രഹത്തിന്റെ ആധിക്യത്താൽ ദഹിച്ചു പോകാൻ മാത്രം ശക്തമാണ്. മുറിവേറ്റ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നതിന് പോലെ അമ്മ പറഞ്ഞു വരുന്നത്. എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാനും പാടില്ല. ദൈവം തന്നോടൊന്നിച്ചുണ്ടെന്ന് അവൾക്ക് ദൃഢനിശ്ചയവുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പാണ്, നിശ്ചയമാണ്. പക്ഷെ എന്നതാ ഇനി മുന്നോട്ടെന്നുള്ളതൊട്ട് അറിയത്തുമില്ല. എന്നതാ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയത്തില്ല. അപ്രകാരമെങ്കിൽ അവളുടെ ആഗ്രഹവും വ്യസനഹേതുവും എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കും. ദൈവം കൂടെ ഉണ്ടെന്നറിയാം, പിന്നെ തരത്തിൽ വിഷമിക്കാതിരിക്കുന്നത് എന്താ, ഇത്ര വ്യസനം എന്താ എന്ന് വേണം നിങ്ങൾ ചോദിച്ചേക്കും. അവൾക്ക് അഭിലഷിക്കത്തക്ക ഉപരി നന്മ എന്താണ് ഉള്ളത്? ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പായില്ലേ? അതിനേക്കാളും വലിയ നന്മ വേറെ എന്നതാ ഇനി ഉള്ളത്? പിന്നെ എന്താ ഞാൻ ആഗ്രഹിക്കുന്നത്, വിഷമിക്കുന്നേ എന്നാണ്. വേറെ അവൾക്ക് അഭിലഷിക്കത്തക്ക വണ്ണം ഉപരി നന്മ എന്താണ് ഉള്ളത്? എനിക്ക് അറിവില്ല. അമൃതസ പറയാണ്, ഈ വേദന അവളുടെ അന്തരംഗത്തേക്ക് ചുഴിഞ്ഞിറങ്ങുന്നുവെന്നും അസ്ത്രം തറച്ചയാൾ അത് വലിച്ചു വരുമ്പോൾ കുടൽമാല മുഴുവനും അതോടൊന്നിച്ച് വെളിയിൽ വരുന്നത് പോലെ തോന്നുമെന്നും മാത്രം എനിക്കറിയാം. അത് വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ് എഴുതി വന്നപ്പോൾ എഴുതുന്നത്. അസ്ത്രം തറച്ച് ശരീരത്തിലേക്ക് ഉദരത്തിലോട്ട് കയറി അസ്ത്രം തറച്ചിരിക്കുന്നതിൻ്റെ നൊമ്പരം, വേദന അത് വലിച്ചു ഊരുമ്പോൾ അസ്ത്രത്തിന്റെ മൊന ഇങ്ങനെ തിരിച്ചു കൊടുത്ത പോലെയുണ്ട്. അതിനെ ഉടക്കിയിട്ട് കുടൽമാല എല്ലാം പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞതുപോലത്തെ അങ്ങനെ ഒരു ഉദാഹരണം മദ്രസ ഉപയോഗിക്കുകയാണ്. അത്രമാത്രം തീവ്രമാണ് ആ സ്നേഹത്തിന്റെ അനുഭൂതി. ഒരു ഉപമ ഓർമ്മയിൽ വരുന്നു. പെട്ടെന്ന് മനസ്സിലേക്ക് വേറെ ഉദാഹരണം കിട്ടുകയാണ്. തീച്ചൂളയിൽ കത്തി എരിയുന്ന ഒരു അഗ്നിയാണ് ദൈവമെന്ന് സങ്കല്പിക്കുക. തീച്ചൂളിൽ കത്തി എരിയുന്ന അഗ്നിയാണ് ദൈവമെന്ന് സങ്കല്പിക്കുക. യഥാർത്ഥത്തിൽ ഇത് ഈ ഓർമ്മയിൽ വരുന്ന പരിശുദ്ധർമ്മ കൃത്യമായിട്ട് കൊടുക്കുന്ന മദ്രസയ്ക്ക്. കാരണം ദൈവം അഗ്നിയാണ് എന്നുള്ളത് വെറുതെ സങ്കല്പിക്കേണ്ട വിഷയമല്ല. തിരുവചനത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു ഉദാഹരണമാണല്ലോ. ഒരു ഉപമ അല്ലെങ്കിൽ ഒരു വിശദീകരണ മാർഗമോ ഒരു ദൈവത്തെ വെളിപ്പെടുത്തലിന്റെ ഒരു മാർഗമാണ് അഗ്നി. നമുക്കറിയാം, ഹോറബില് മോശ ദൈവത്തിന്റെ സാന്നിധ്യം മുൾപ്പടർപ്പിൽ കത്തി എരിയുന്ന അഗ്നിയായിട്ടാണ്, മുൾപ്പടർപ്പായിട്ടാണ് കാണുന്നത്. പിന്നീട് സേനാമലയിൽ കയറുമ്പോഴും മല മുഴുവൻ കത്തി എരിയുകയായിരുന്നു. അങ്ങോട്ട് മോശ കയറി 40 ദിവസമാണ് കഴിയുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയ ഒരു മോശയുടെ മുഖം ഇങ്ങനെ തേജോമയമായിരുന്നു. മല കത്തി എരിഞ്ഞിട്ട് ആ ദൈവസാന്നിധ്യം അങ്ങനെയാണ്. പൊതുദൈവത്തിൽ നമുക്കറിയാം, തീയിടാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന പണ്ടേ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ഈശോ പറയുന്നത് ഹൃദയത്തിൽ നമ്മൾ വരച്ചു വെക്കുന്ന ദൈവസ്നേഹത്തിന്റെ അഗ്നി അത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് പന്തക്കോസ്താര് വെളിപ്പെടുകയാണ്. ഞാൻ കൊണ്ടുവന്ന തീയ് പരിശുദ്ധാത്മാവ് തന്നെതാണ്. പിളർന്ന അഗ്നി നാവുകളായിട്ട് അപ്പസ്വരന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നു പന്തക്കോസ്തായില്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ഹെബ്രായര് 12:11 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പൊ മദ്രസ ഇപ്പൊ ഇവിടെ പെട്ടെന്ന് ഓർമ്മിച്ചിട്ട് അഗ്നി എന്ന് പറയുന്ന ഉദാഹരണം വളരെ ബിബ്ലിക്കലാണെന്ന് നമ്മൾ പെട്ടെന്ന് കാണുകയായിരുന്നു. അപ്പം ഒരു ഉപമ ഓർമ്മയിൽ വരുന്നത്, തീച്ചോളിൽ കത്തി എരിയുന്ന അഗ്നിയാണ് ദൈവം സങ്കല്പിക്കുക. അതിൽ നിന്ന് ഏതാനും തീപ്പൊരികൾ പറന്നു വന്ന് ആത്മാവിൽ വീഴുകയും ആ അഗ്നിയുടെ ദാഹക ശക്തി അവൾക്ക് അനുഭൂതമാവുകയും ചെയ്യുന്നു. എന്നാൽ ആത്മാവിനെ സമ്പൂർണമായി ദഹിപ്പിക്കാൻ അത് മതിയാകുന്നില്ല. അപ്പം തീ കത്തി പറന്ന് നിൽക്കും തീക്കൊണ്ടം, അതിനകത്ത് നിന്ന് തീപ്പൊരി പറന്നു വന്ന് ദേഹത്ത് വീഴുന്നു. പെട്ടെന്നൊരു പൊള്ളല്, പെട്ടെന്നൊന്ന് പൊള്ളി, അത്രേ ഉള്ളൂ. പിന്നെ അത് കെട്ടുപോയി. പൊള്ളി എന്നുള്ള ഉറപ്പാണ്. തീയാ വന്നെന്ന് പറയാം, പക്ഷെ ഇപ്പൊ കത്തുന്നില്ല. നമ്മൾ ദഹിപ്പിച്ച് തീർക്കൊന്നുമില്ല, പൊള്ളിക്കുകയും ചെയ്തു. എന്നാൽ ആത്മാവിനെ സമ്പൂർണമായി ദഹിപ്പിക്കാൻ അത് മതിയാകുന്നില്ല. അതിന്റെ അനുഭൂതിയാണെങ്കിൽ അത്യന്തം ഹൃദ്യവും. അങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് വളരെ വ്യസനകരവുമാണ്. ഹൃദ്യവുമാണ്, വ്യസനകരവുമാണ്. അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. തീപ്പൊരിയുടെ ഒരു സ്പർശം മാത്രം മതി സ്ഥിതിവിശേഷം ഉളവാക്കുവാൻ. ഒരു തീപ്പൊരി തൊട്ടപ്പോഴേ വേദനയുണ്ടായി, പൊള്ളി.
പക്ഷെ അത് ഇന്ന് കത്താൻ മാത്രം ആയിട്ടുമില്ല, അത് തീർന്നു പോകുന്നുമില്ല. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല ഉപമയാണെന്ന് തോന്നുന്നു. മുദ്രസിക്കാൻ പെട്ടെന്ന് സന്തോഷം വരികയാണ്. ഇത് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം പങ്കുവെക്കാൻ കുറച്ച് പറ്റുന്നുണ്ട്. ഇപ്പൊ വിളിച്ചു കൊടുക്കുന്നതാണ്. ആസ്വാദ്യമായ ഈ വേദന യഥാർത്ഥത്തിൽ വേദനയല്ല. ആസ്വാദ്യമായ ഈ വേദന യഥാർത്ഥത്തിൽ വേദനയല്ല. അത് ഒരേ സ്ഥിതിയിൽ നിൽക്കുന്നുമില്ല. ചിലപ്പോൾ വളരെയധികം ദീർഘിക്കും, മറ്റവസരങ്ങളിൽ പെട്ടെന്ന് അവസാനിക്കും. തീപ്പൊരിയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ തീപ്പൊരി ഒരെണ്ണം പറന്ന് ദേഹത്തിരുന്ന് പെട്ടെന്ന് പൊള്ളി അങ്ങ് തീർന്നു, നീണ്ടു നിൽക്കുന്നില്ല. പക്ഷെ വേദനയാണ്. പക്ഷെ അത് മധുരമുള്ള വേദന എന്ന് പറയും, ദൈവസ്നേഹത്തിന്റെ ആയതുകൊണ്ട്. പിന്നെ തീപ്പൊരി ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. ചിലത് വന്നിരുന്ന് ചിലപ്പോൾ അല്പനേരം അവിടെ ഇരുന്ന് പൊള്ളിച്ചെന്ന് വരും. തീപ്പൊരി വന്ന് ശരീരത്തിരുന്ന് അല്പനേരം അവിടെ നിന്ന് കത്തുക, മിന്നുകയാണ്. അപ്പൊ അത് ഇച്ചിരി വെന്തിറങ്ങും ശരീരത്തിലിട്ട്, തൊലി മാംസം വെന്തിറങ്ങുക, പൊള്ളുകയാണ്. ചിലപ്പോൾ ദീർഘിച്ചെന്ന് വരാം, ചിലപ്പോൾ വളരെയധികം ദീർഘിക്കും, മറ്റവസരങ്ങളിൽ പെട്ടെന്ന് അവസാനിക്കും. കർത്താവിന്റെ ഇഷ്ടമാണ് അതിനെല്ലാം മാനദണ്ഡം. അത് വേറെ ഒന്നും പറയാനില്ല. മാനുഷികമായ മാർഗങ്ങൾ മുഖേന അത് നേടുക സാധ്യമല്ല. ഇങ്ങനത്തെ ഒരു അനുഭവം മാനുഷികമായിട്ട് ഒരു തരത്തിലും കിട്ടത്തില്ല. എങ്കിലും മിക്കപ്പോഴും അത് കുറെ ദീർഘിച്ച ശേഷം ഒന്ന് നിലയ്ക്കുകയും പിന്നെയും തുടരുകയും ഒക്കെ ചെയ്യും. ചുരുക്കത്തിൽ അതൊരിക്കലും സ്ഥിരമല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ആത്മീയ മുറിവേക്കുന്ന അനുഭവം, തീപ്പൊരി വീണ് പൊള്ളുന്ന അനുഭവം, അത് എപ്പോഴും സ്ഥിരമായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയാണ്. കിട്ടിക്കഴിയുമ്പോൾ അത് നഷ്ടപ്പെടലുന്നുണ്ട്, പക്ഷെ വേദനിപ്പിക്കുകയാണ്, മുറിപ്പെടുത്തുകയാണ്, അതിൽ മുഴുവൻ ബാക്കി കിട്ടാനും പറ്റുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തീക്കുണ്ടത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്ന വ്യക്തി തീക്കുണ്ടത്തിനകത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കത്തി ദഹിച്ചോളും. പക്ഷെ അങ്ങോട്ട് തീക്കകത്തേക്ക് അത്രയും അടുത്ത് വന്നില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അല്പം മാറി നിൽക്കുന്നു. പക്ഷെ കത്തി പൊങ്ങിയിട്ട് തീപ്പൊരി ഇങ്ങനെ പറന്ന് വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ദേഹത്ത് വന്നിരിക്കുന്നു, അതിന്റെ പൊള്ളല് കിട്ടുന്നു, വേദന കിട്ടുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ഇങ്ങനെ മിക്കപ്പോഴും കുറെ ദീർഘിച്ച ശേഷം ഒന്ന് നിലയ്ക്കുകയും പിന്നെ തുടരുകയും ഒക്കെ ചെയ്യും. ചുരുക്കത്തിൽ അതൊരിക്കലും സ്ഥിരമല്ല. തന്നിമിത്തം ആത്മാവിനെ ദഹിപ്പിക്കാൻ അത് പര്യാപ്തമല്ല. ആ തീപ്പൊരി ആത്മാവിൽ ജ്വലിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് അണഞ്ഞു പോകും. അത് ഉളവാക്കിയ പ്രേമസമ്പൂർണമായ വേദന വീണ്ടും ഉണ്ടാകാനുള്ള അഭിവാഞ്ച അവള് തീവ്രമാവുകയും ചെയ്യും. അപ്പൊ അതൊരു വലിയ സ്നേഹത്തിന്റെ കത്തനാണ്, സ്നേഹത്തിന്റെ അഗ്നിയാണ്. അത് നീ വേണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് ഈ ആത്മാവ് കത്തുകയാണ്, ജ്വലിക്കുകയാണ്. അങ്ങനത്തെ ഒരു അനുഭവമാണ് 5-ാമത്തെ ഖണ്ഡിക. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവ പ്രകൃതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്നോ വിഷാദത്തിന്റെ ഫലമാണെന്നോ പിശാചിന്റെ തന്ത്രമാണെന്ന് പോരുമോ അഥവാ കേവലം മിഥ്യയാണെന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. ഇത് ചുമ്മാ തോന്നലൊന്നുമല്ല. ഇത് മുഴുവൻ ആത്മീയ ആന്തരിക അനുഭവം മദ്രസ പറയുന്നത്. ഇതേപ്പറ്റി ഒരു അവഗാഹവും ഇല്ലാത്ത രീതിയിൽ കേൾക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ഒരു തോന്നലല്ലേ, അല്ലെങ്കിൽ മനസ്സിന്റെ വിഭ്രാന്തി അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ വട്ട് തലയ്ക്ക് പിടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഏതാണ്ടൊക്കെ അത് പിശാച് തട്ടിപ്പാ, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇങ്ങനെ ഒന്നും അല്ല, നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഒന്നുമല്ല. നിർവികാരനായ ദൈവത്തിൽ തന്നെയാണ് ഇത് വരുന്നതെന്ന് ഉറപ്പായി വിശ്വസിക്കാം. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും വഴിപ്പെട്ടും അടിപ്പെട്ടും അങ്ങനെ പോകുന്ന ദൈവം എപ്പോഴും സ്റ്റാറ്റിക് ആണ്. ദൈവം സ്ഥിരതയോടെ നിൽക്കുന്ന, മാറ്റമില്ലാത്തവനാണ്, എല്ലാത്തിൻ്റെ നിറമാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദൈവത്തിൽ നിന്നാണ് ഇത് മുഴുവൻ വരുന്നത്. ഉറവിടം ദൈവത്തിൽ തന്നെയാണ്, മനുഷ്യമോ വേറെ രീതിയിൽ പറയാൻ പറ്റത്തില്ല. ക്രമാതീതമായ ആനന്ദ ലഹരിയിൽ ലയിപ്പിക്കുന്ന മറ്റു ചില ഭക്തി വികാരങ്ങളെ പോലെ ഇതൊരിക്കലും സംശയാസ്പദമല്ല. അപ്പം ക്രമാതീതമായ ആനന്ദ ലഹരി ഉണ്ടാക്കി തരുന്ന ചില ഭക്തി വികാരങ്ങളുണ്ട്. ചിലപ്പോൾ എല്ലാം മറന്ന് കൈയടിച്ച് സ്തുതിച്ച് ഭാഷാവരത്തിൽ അല്ലാതെയൊക്കെ സ്തുതിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭക്തി ലഹരിയിൽ ഒരു ആനന്ദ അനുഭൂതി, ഭക്തി മാധുര്യത്തിന്റെ കത്തല് കണ്ണ് നിറഞ്ഞു ഒഴുകുന്നു. പിന്നെ കറണ്ടിക്കുന്ന പോലെ അല്ല, മരപ്പിച്ച് കയറുന്നു, ഉരുണ്ട് മറിഞ്ഞ് വീഴുന്നു. അങ്ങനെയൊക്കെയുള്ള ചില ഭക്തി ലഹരിയുടെ ആനന്ദ അനുഭൂതികൾ, അങ്ങനെ അതുമായിട്ട് ഇതിന് ബന്ധമില്ല. അതുപോലൊന്നും അല്ല ഇത് മനസ്സിൽ പറയുകയാണ്. അങ്ങനെ അതിനകത്തൊക്കെ ചിലപ്പോൾ മാനുഷികമാണോ, സ്വന്തം ഭാവന, മനസ്സിന്റെ അടക്കമാണോ, പിശാച് സംശയിക്കുന്ന വിഷയമുണ്ട്. സംശയിക്കേണ്ടി വരും, നമുക്ക് നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ അങ്ങ് സംശയത്തിന്റെ യാതൊരു സാഹചര്യമില്ല. ഇവിടെ ഇന്ദ്രിയങ്ങളും അന്തഃശക്തികളും എല്ലാം ലയനത്തിനൊന്നും വിധേയമാകാതെ എന്താണ് സംഭവിക്കുന്നത് വിസ്മയിച്ച് സ്വതന്ത്രമായി നിലകൊള്ളുകയാണ്.
കാരണം മറ്റിടത്ത് നമ്മൾ ഭാവനയും വികാരങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം കൂടെ ഇളകി ലയിച്ച് കത്തിയിട്ടാണ് ഈ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ കൂട്ടരെല്ലാം വേറെ മുറിയില്ല. അവര് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ്. അവരിവിടെ ഇൻവോൾവ് അല്ല, അവർക്കിവിടെ ഒരു പ്രസക്തിയിൽ ഒന്നും ചെയ്യാനായിട്ടില്ല, ഒരു ഡ്യൂട്ടി ഇവിടെ ഇല്ല. ഇതിനപ്പുറം അരൂപിയുടെ ആന്തര അളങ്ങളില് തമ്പുരാൻ നേരിട്ട് തരുന്ന അനുഭവങ്ങളാണ് പറയുകയാണ്. അവ എന്താണ് സംഭവിക്കുന്നതെന്ന് വിസ്മയിച്ച് സ്വതന്ത്രമായി നിലകൊള്ളുകയാണ്. ഇങ്ങോട്ട് കയറി വരുന്നില്ല, ഇതിൽ ഇടപെടാൻ പറ്റുന്നില്ല. അവ ശല്യം ഒന്നും ചെയ്യുകയുമില്ല, ബുദ്ധി ഇവിടെ ചകയുന്നില്ല, മനസ്സിനെതിരെ പിടിക്കാൻ പോകുന്നില്ല, അതൊന്നും പറ്റുകയില്ല, ശല്യമൊന്നും ചെയ്യുന്നില്ല. ആത്മാവിന്റെ അനുഭൂതിയെ വളർത്തുവാനോ കുറയ്ക്കുവാനോ ഒന്നും അവയ്ക്ക് സാധിക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്മാവിന്റെ അനുഭൂതി, ഇത് ആത്മാവിന്റെ അനുഭവമാണ്. അതിനെ വളർത്തുവാൻ അല്ലെങ്കിൽ കൂട്ടാനോ അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാനോ ബ്രേക്ക് ചെയ്യാനോ സ്പീഡ് കൂട്ടാനോ ഒന്നും നമ്മുടെ ഈ മാനസിക ബൗദ്ധിക വൈകാരിക മേഖലകൾക്കൊന്നും സാധിക്കില്ല. നമ്മുടെ കർത്താവിൽ നിന്ന് ഈ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവർ ഞാൻ ഈ എഴുതുന്നത് വായിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാതിരിക്കുകയില്ല. ഇവിടെ വീണ്ടും പറയേണ്ടത്, അനുഭവിച്ചുള്ളവർക്ക് പെട്ടെന്ന് തിരിയും, അല്ലാത്തവർക്ക് തിരിയും തോന്നില്ല. അവർ അവിടത്തേക്ക് ഹൃദയപൂർവ്വം നന്ദി പറയട്ടെ. ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവർ നന്ദി പറയട്ടെ ദൈവത്തിന് ഹൃദയപൂർവ്വം. ഇതിലെന്തെങ്കിലും അപകടമുണ്ടെന്ന് സംശയിക്കേണ്ടതുമില്ല. ഇവിടെ വിശാചനം കരുതാൻ പറ്റിയല്ല, വേറെ ഒരു അപകടത്തിന്റെ വിഷയത്തില്ല. ഇത്ര മഹത്തായ ഒരു അനുഗ്രഹത്തിന് കൃതജ്ഞത പ്രദർശിപ്പിക്കാൻ ഇടയായേക്കുമോ എന്ന് അവർക്ക് വളരെ ഉത്കണ്ഠയുണ്ടായിരിക്കേണ്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം തമ്പുരാൻ തന്നു, അതിനെ അവഗണിച്ചുകൊണ്ട് പോവുക, ഇട്ടിട്ട് മാറുക, അതിന് ഒരു നന്ദി കാണിക്കാതിരിക്കുക, ദൈവത്തെ പ്രകാശിപ്പിക്കുക, അങ്ങനത്തെ ഒരു അപകടം വന്നേക്കരുത്. അങ്ങനെ ഒരു അപകടം വരാതിരിക്കാനുള്ള ജാഗ്രത അവർക്കുണ്ടാവണം. നിറഞ്ഞ നന്ദിയോടുകൂടെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വേണം ഈ അനുഭവത്തെ സ്വീകരിക്കാൻ. അവർ ദൈവസേവനത്തിനും സമൂലമായ സ്വജീവിത നവീകരണത്തിനും ഉദ്യമിക്കുന്ന പക്ഷം ഈ അനുഗ്രഹത്തിന്റെ പ്രയോജനം അനുഭവപ്പെടുകയും ഉപരി ആത്മീയ നന്മകൾ പ്രാപിക്കുകയും ചെയ്യും. രണ്ട് കാര്യമാണ് അവർക്ക് ചെയ്യേണ്ടത്. എന്താ പറയുന്നത്, അവർ ദൈവസേവനത്തിനായിട്ട് കൂടുതൽ ഇറങ്ങണം. തമ്പുരാന് ശുശ്രൂഷ ചെയ്യാൻ, തമ്പുരാന്റെ സ്നേഹത്തോടെ സഹോദരർക്ക് ശുശ്രൂഷ ചെയ്യാൻ അങ്ങനെ ഇറങ്ങണം. അവര് ഈ കിട്ടിയിരിക്കുന്ന വെച്ച് അകത്തിരിക്കാൻ വേണ്ടിയല്ല, അത് ഇറങ്ങണം. ഒപ്പം സ്വജീവിത നവീകരണത്തിന് നോക്കണം. നവീകരിച്ചാല് സ്വന്തം താല്പര്യങ്ങള്, സ്വാർത്ഥ മോഹങ്ങള്, സ്വന്തം പദ്ധതികള്, അങ്ങനെയുള്ള മേഖല മുഴുവനും ഓഫാകണം. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം, അഗാധമായ എളിമ, പുണ്യങ്ങളുടെ അഭിവൃദ്ധി, സ്നേഹത്തിന്റെ വളർച്ച, അങ്ങനെ ജീവ നവീകരണം, ദൈവസേവനം, ഈ രണ്ട് മേഖലയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയുകയാണ്. അങ്ങനെ നീങ്ങിയാൽ ഉപരി ആത്മീയ നന്മകൾ പ്രാപിക്കുകയും ചെയ്യും. ചില അടുത്ത സ്ഥലത്തേക്ക് കയറി പോകാനുള്ള അവസരം അതുവഴിയായിട്ട് കിട്ടുകയാണ്. ഇത് സിദ്ധിച്ച ഒരാൾ ദീർഘകാലം അതിൻ്റെ അനുഭൂതിയിൽ ചെലവഴിക്കുകയുണ്ടായി. ഇത് അമദ്രസ്യ തന്നെപ്പറ്റി തന്നെ ആയിരിക്കും പറയുന്നത്. സിദ്ധിച്ച ഒരാൾ, നമ്മൾ ഈ വിശുദ്ധരൊക്കെ ആത്മീയ പങ്കുവെക്കുമ്പം 2 കൊരിന്തോസ് 12 ദർശനങ്ങളിലേക്കും ദൈവിക വെളിപാടുകളിലേക്ക് ഇനിയും കടക്കട്ടെ എന്ന് പറഞ്ഞ് പൗലോസ് എഴുതുമ്പോൾ സ്വർഗത്തിന്റെ 3-ാം തലം വരെ ഉയർത്തപ്പെട്ട ഒരാളെ കർത്താവിൽ എനിക്കറിയാം എന്ന് പറയുകയാണ്. ആ ഒരാള് അത് താൻ തന്നെയാണ്. ഞാൻ കർത്താവിന്റെ അനുഗ്രഹത്താല് സ്വർഗത്തിന്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട വ്യക്തിയാണ് എന്ന് എനിക്ക് അനുഭവം ഉണ്ട് എന്ന് പൗലോസ് പറയുന്നില്ല, അങ്ങനെ പറയാൻ വരുന്നില്ല, തോന്നുന്നില്ല. ഒരാളെ എനിക്കറിയാം, അത് അദ്ദേഹത്തിന് വരും. കാരണം അതിന് ആദ്യവാക്യം ഇതാണല്ലോ, ഞാൻ എന്നെ ആത്മപ്രശംസയിലേക്ക് കിടക്കുകയാണ്. അത് മണ്ടത്തരം അതെനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവസാനം വന്ന് പ്രശംസിക്കുന്ന ബലഹീനതയെ കുറിച്ചാണ് ആ അധ്യായത്തിന്. അപ്പൊ അവിടെ പറയുമ്പോൾ അപ്പസ്തലൻ പറയുന്നത് ഒരാളെ എനിക്കറിയാം. ഇവിടെ അമദ്രസ്യ അതിനെ പറയുന്നത്, ഈ ഒരു ആത്മീയാനുഭവത്തിൽ ദീർഘകാലം നിലനിന്ന ഒരാളെ എനിക്കറിയാം. അതിൽ അവൾക്ക് വളരെ സംതൃപ്തി ഉണ്ടായിരുന്നു. നിരവധി ക്ലേശങ്ങളുടെ മധ്യേ വളരെ കാലം അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചെങ്കിൽ ആ അനുഗ്രഹം തന്നെ അവയ്ക്കെല്ലാം തക്ക പ്രതിസമ്മാനമായിരുന്നു. അവിടുന്ന് അനവരതം സ്തുതിക്കപ്പെടട്ടെ, ആമേൻ. അപ്പം തൻ്റെ തന്നെ അനുഭവത്തിൽ നിന്നുമാണ് മദ്രേസ്യക്കാരോട് പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത് ദീർഘകാലം തന്നെ അനുഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടും കൂടെ ആയിരിക്കും മദ്രേസ്യത്തെ ഉറപ്പിച്ചു പറയുന്നത്, ഇവിടെ സാത്താന്റെ കെണിയില്ല, വഞ്ചനയില്ല, നമ്മുടെ ബുദ്ധിയുടെ മനസ്സിന്റെ ഇളക്കവോ ഭാവനയുടെ കത്തലോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
സ്വന്തം അനുഭവമാണ്. നമ്മൾ നിർത്തുന്നത് അവിടത്തേക്ക് അനവരത സ്തുതി ഉണ്ടാവട്ടെ. അതാണ് നമ്മൾ പറയുന്നത്, നിരന്തരം സ്തുതിക്കണം. ഈ അനുഗ്രഹത്തെ പ്രതി കൃതജ്ഞതയിലേക്ക് പോകരുത്, കൃതജ്ഞതയിലേക്ക് നിൽക്കാനായിട്ട് പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.